വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്ന് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജാങ്കിരിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ജിലേബിയും ജാങ്കിരിയും ഒക്കെ ഒരുപോലെയാണെന്നുണ്ടെങ്കിലും ജിലേബി നല്ല ക്രിസ്പി ആയിരിക്കും, ജാങ്കിരി സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ജിലേബി ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണ്, ജാങ്കിരി ഉഴുന്നുകൊണ്ടാണ് ഉണ്ടാക്കുക. എങ്ങനെയാണ് ഇത്ര ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാങ്കിരി വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ജാങ്കിരി നന്നാവാനുള്ള ടിപ്സും ഷേപ്പ് റെഡിയാക്കാനുള്ള ടിപ്സും ഒക്കെ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉഴുന്ന് നന്നായിട്ട് കഴുകി മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. നിങ്ങൾക്ക് ഇതിനായിട്ട് ഉഴുന്ന് പരിപ്പോ മുഴുവൻ ഉഴുന്നോ ഉപയോഗിക്കാം. ഞാൻ 1 കപ്പ് അളവിലാണ് ഇപ്പോൾ ഉഴുന്നെടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് 20 ജാങ്കിരി വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ എത്രയാണോ ഉഴുന്നെടുക്കുന്നത് അതിൻ്റെ നേരെ ഡബിൾ പഞ്ചസാര വേണം. പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ 2 കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് മുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നേർപകുതി വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. നമുക്കിത് ഒരു നൂൽപ്പരുവൊന്നും ആവണ്ട, പക്ഷേ ഒരു നൂൽപ്പരുവത്തിൽ പൊട്ടുന്ന ആ ഒരു പാകമില്ലേ, ഫുള്ളായിട്ട് ഒരു നൂൽപ്പരുവം ആവാത്തൊരു പാകം, അതുവരെ നമുക്ക് ഇത് ഒന്ന് കുക്ക് ചെയ്യണം. പഞ്ചസാരപ്പാനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ബ്രൗൺ കളർ ആവാതെ ശ്രദ്ധിക്കുക, ബേണായി പോരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പഞ്ചസാരപ്പാനീൻ്റെ പാകം ചെക്ക് ചെയ്യുക. ഒരു നൂൽപ്പരുവം ആയി തുടങ്ങുന്ന സമയത്ത് തന്നെ തീ ഓഫ് ചെയ്യണം. ഈ ഒരു പാകമാണ് ഞാൻ പറയുന്നത്. ഒരു നൂൽപ്പരുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂൽപ്പരുവം ആവരുത്, പക്ഷേ ഒരു നൂൽപ്പരുവം തുടങ്ങുന്ന ആ ഒരു പാകത്തിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. പഞ്ചസാരപ്പാനി ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ നമ്മളെ ജാങ്കിരീൻ്റെ അകത്ത് സിറപ്പ് പിടിക്കില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾ പകുതി അളവിലാണ് ചെയ്യുന്നതെങ്കിൽ പകുതി ചെറുനാരങ്ങ ഒഴിച്ചാൽ മതി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചസാരപ്പാനി കട്ട പിടിക്കില്ല, ഇങ്ങനെ തന്നെ സിറപ്പായിട്ടിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിങ്ങിന് ഒരു 1/4 ടീസ്പൂണ് പൊടിച്ച ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിത് പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വെക്കാം. നമ്മൾ പഞ്ചസാരപ്പാനി ഈ ഒരു പാകത്തിലായിരിക്കണം ഉണ്ടാവേണ്ടത്. നല്ല ലൂസും ആവരുത്, നല്ല തിക്കും ആവരുത്. ഈ ഒരു നൂൽപ്പരുവത്തിൽ തുടങ്ങുന്ന പാകത്തിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴേ നമ്മളെ ജാങ്കിരി ശരിയാവുള്ളൂ. നമ്മുടെ ഉഴുന്ന് പരിപ്പ് ഞാനൊരു 5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ട്. ഒരു 5 മണിക്കൂറിൽ കൂടുതൽ കുതിർക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നമുക്കിതിനുള്ള വെള്ളം അങ്ങ് കളയാം. എന്നിട്ട് ഉഴുന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് അരയ്ക്കാനായിട്ട് ഞാൻ മിക്സിയുടെ മീഡിയം ജാറാണ് എടുക്കുന്നത്. 2-3 ബാച്ചുകളായിട്ട് വേണം നമുക്ക് ഈ ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട്. മാക്സിമം വെള്ളം കുറച്ചിട്ട് വേണം അരയ്ക്കാൻ. അപ്പോൾ ഞാൻ ആദ്യം തീരെ വെള്ളം ഇല്ലാതാണ് ഒന്ന് അടിച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അരയ്ക്കാനും വേണ്ടി മാത്രം 1-2 സ്പൂണ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. നിങ്ങളെ കയ്യിൽ ഗ്രൈൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഗ്രൈൻഡറിൽ അരയ്ക്കുന്നതാണ്. മിക്സിയുടെ സൈഡിലുള്ള ഇതുപോലെ നിൽക്കുന്ന ഉഴുന്ന പരിപ്പൊക്കെ നടുവിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് തരിയൊന്നുമില്ലാതെ ഇതുപോലെ അരച്ചെടുക്കണം. ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തരിയൊന്നും ഫീൽ ചെയ്യരുത്. നമ്മൾ സാധാരണ ഉഴുന്നവടയ്ക്കൊക്കെ അരയ്ക്കുന്ന പോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉഴുന്ന പരിപ്പും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ബാക്കിയുള്ള ഉഴുന്ന പരിപ്പൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഓറഞ്ച് റെഡാണ്. നിങ്ങൾക്ക് യെല്ലോ വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ ചേർക്കാം. ഇനിയിപ്പോൾ കളർ ഇല്ലാതെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സ്ചർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് സ്പൂൺ ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചിട്ടോ ബീറ്റ് ചെയ്യാം. നമ്മളിത് മിക്സിയുടെ ജാറിൽ അരയ്ക്കുന്നത് കാരണം ഇതിനകത്ത് എയർ ഒന്നും കയറിയിട്ടുണ്ടാവില്ല. അപ്പം ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ ഈ മാവിൻ്റെ അകത്തേക്ക് എയർ ഇൻകോപ്പറേറ്റ് ചെയ്യാണ്. അപ്പം മാവ് നല്ല ലൈറ്റായിരിക്കും, നല്ല എയറി ആയിട്ടിരിക്കും. ഈ ഒരു മെത്തേഡ് നമ്മൾ മുന്നേ ഉഴുന്നവടയുടെ കാര്യത്തിലും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഗ്രൈൻഡറിലാണ് ഉഴുന്ന് അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഗ്രൈൻഡറിൽ അല്ലാതെ തന്നെ എയർ മാവിൻ്റെ അകത്തേക്ക് കയറും. നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് കൈകൊണ്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാവ് നല്ല എയറി ആയിട്ട് നല്ല ലൈറ്റായിട്ടിരിക്കും. ഈ ഒരു തിക്നെസ്സാണ് നമ്മുടെ മാവിന് വേണ്ടത്. ജാഗിരി ഷേപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കേക്കിനൊക്കെ ഐസിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈപ്പിംഗ് ബാഗാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ കട്ടിയുള്ള തുണിയോ കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറോ നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇതിനകത്ത് ഞാൻ ഇതുപോലത്തെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള നോസിലും കൂടെ ഇടുന്നുണ്ട്. അപ്പം നമുക്ക് കറക്റ്റ് ഉരുണ്ട ഷേപ്പിലുള്ള ജാഗിരി തന്നെ കിട്ടും.
ഇനി നിങ്ങൾ പ്ലാസ്റ്റിക് കവറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പപ്പടക്കോലോ അല്ലെങ്കിൽ ഒരു ആണിയോ ഒന്ന് ചൂടാക്കിയിട്ട് ആ ഒരു പ്ലാസ്റ്റിക് ബാഗിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടും. അതല്ലാതെ നമ്മൾ കോർണർ കട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് അല്ല ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ജാഗിരി നമുക്ക് ഉരുണ്ട് കിട്ടില്ല. ഓരോരോ പരന്ന ഷേപ്പിലും നീളത്തിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒരു നോസിലിട്ടതിന് ശേഷം ഞാൻ നമ്മുടെ പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കട്ടി നമ്മുടെ മാവിന് ഉണ്ടായിരിക്കണം. അതായത് കുറച്ചൊന്ന് ഫ്ലോ ചെയ്യണം, എന്നാലും ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ആ ഒരു കട്ടി ഉണ്ടാവണം. നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വലിയ ഹോൾ ഇടരുത്, കാരണം ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇതൊന്നും കൂടെ വീർത്ത് വരും. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പ്ലേറ്റിൽ ഇതുപോലെ ആദ്യം ഒരു 3-4 തവണ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നുകൂടെ ഈസി ആയിരിക്കും. ആദ്യം 2 വട്ടം വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ വട്ടങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2-3 തവണ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് വായ്വട്ടമുള്ള അടി കട്ടിയായിട്ടുള്ള ഒരു പാത്രം തന്നെ എടുക്കുക. അതിൽ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഹൈറ്റിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാവണം. അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി വെക്കണം. ഷുഗർ സിറപ്പ് എപ്പോഴും ചെറിയ ചൂടുണ്ടാവണം, നല്ല ചൂടല്ല, ചെറിയ ചൂട് എന്തായാലും ഉണ്ടാവണം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ജാഗിരി ഷേപ്പ് ചെയ്യാം. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ആദ്യം 2-3 സർക്കിൾസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഫ്ലവേഴ്സിൻ്റെ പെറ്റൽ പോലെ ഇതുപോലെ റൗണ്ടിൽ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഫ്ലെയിം കൂട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റിലെ റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജാഗിരി മേലോട്ട് ഫ്ലോട്ട് ചെയ്യും. അപ്പം ഈ ഒരു പെറ്റൽസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഫ്ലെയിം ലോ ആക്കി തന്നെ വെക്കുക. ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വയ്ക്കുക, ഒരുപാട് കൂട്ടി വയ്ക്കേണ്ട. അതിനുശേഷം തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നമുക്ക് ജാഗിരി കുക്ക് ചെയ്യാം. ഒന്ന് ക്രിസ്പായി തുടങ്ങുന്ന ആ ഒരു പാകം വരെ കുക്ക് ചെയ്താൽ മതി. ഒരുപാട് ക്രിസ്പ് ആക്കരുത്, അപ്പോൾ ഷുഗർ സിറപ്പ് ജാഗിരിയിൽ സോക്കായി കിട്ടില്ല. അപ്പോൾ ഒന്നൊന്ന് ക്രിസ്പായി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എടുത്തിട്ട് അതേ ചൂടോട് കൂടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഒരു കോരി ഉപയോഗിച്ചിട്ടോ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് വെക്കുക. ഒരു 2 മിനിറ്റ് നമുക്കിതുപോലെ ഷുഗർ സിറപ്പിൽ ഒന്ന് സോക്ക് ചെയ്തിട്ട് വെക്കണം. നിങ്ങൾ ആദ്യം തന്നെ ജാഗിരി ഷേപ്പ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഷേപ്പായി കിട്ടണമെന്നില്ല. അപ്പോൾ അതിനുള്ള ഒരു ടിപ്പാണിത്. നിങ്ങൾ ആദ്യത്തെ ഒരു ബാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ചൂടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഫ്ലോട്ട് ചെയ്യുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണുള്ളത്. ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ റൗണ്ട് വരയ്ക്കുക. അതിന് മുകളിലായിട്ട് പെറ്റൽസ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫുള്ള് പെറ്റൽസ് വരച്ച് കഴിഞ്ഞാൽ പോലും ജാഗിരി ഫ്ലോട്ടായിട്ട് വരില്ല. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമ്മൾ സാധാരണ പ്ലേറ്റിൽ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ഒരു കേക്ക് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഒരു മൈലാഞ്ചി ഇടുന്ന ആളാണെന്നെങ്കിലൊക്കെ ഇതുപോലെ കോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ജാഗിരി ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 2-3 എണ്ണം അങ്ങനെ ഷേപ്പ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ക്രിസ്പ് ആവുന്നവരെ കുക്ക് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഷുഗർ സിറപ്പിൽ ഇടുന്ന സമയത്ത് ഒരുപാട് ക്രിസ്പ് ആവരുത്. നല്ല ബ്രൗൺ കളർ ക്രിസ്പ് ആവുന്നവരെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ സിറപ്പ് ജാഗിരിയിൽ പിടിക്കില്ല. അതുപോലെ തന്നെ ഷുഗർ സിറപ്പിൽ ഇടുന്ന സമയത്ത് ഷുഗർ സിറപ്പിന് ചെറിയ ചൂടുണ്ടാവണം. ഇനിയിപ്പോൾ ചൂട് തണിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് ചെറുതായിട്ട് ചൂടാക്കിയെടുത്താൽ മതി. നിങ്ങൾക്ക് ആദ്യത്തെ ട്രിപ്പിൽ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആദ്യമൊക്കെ ഒരെണ്ണം മാത്രം ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഷേപ്പ് കറക്റ്റായി വരുമ്പോൾ എണ്ണം കൂട്ടിയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇതേ മെത്തേഡ് തന്നെ ബാക്കി എല്ലാ ജാഗിരി ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ജാഗിരി ഷേപ്പ് ചെയ്യുന്ന സമയത്ത് എണ്ണയുടെ ഏറ്റവും അടുത്തേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് ദൂരത്ത് വെച്ചിട്ട് ഷേപ്പ് ചെയ്യരുത്, അപ്പോൾ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടില്ല. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഷുഗർ സിറപ്പ് എടുത്ത ജാഗിരി ഇതുപോലെ അട്ടിക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഉള്ള ഷുഗർ സിറപ്പൊക്കെ ഇതിന്ന് ഡ്രിപ്പായിട്ട് താഴോട്ട് പോയിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. വളരെ എളുപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജാഗിരി കിട്ടും. ഫ്രൈ ചെയ്ത പാട് കുറച്ച് ക്രിസ്പി ആയിരിക്കും. ഇനി നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ജാഗിരി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാവിൽ തന്നെ കുറച്ച് കോൺഫ്ലവർ 2-3 സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടിപ്സും ഇൻഗ്രീഡിയൻസും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.